എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ ഒക്കെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശ് ബാങ്കിലേക്ക് എത്തുവാണ്. ഈ സമയത്ത് ആദർശിനെ കാത്ത് അവിടെ രഞ്ജു നിൽക്കുന്നുണ്ടായിരുന്നു. രഞ്ജുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ആദർശ് ഓർത്ത് ഇനി എന്ത് ചെയ്യണം, എന്റെ ഭഗവാനെ, ഇവളുടെ മുന്നിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇവൾ ഇനി എന്തൊക്കെ പറയുന്നു അറിയാൻ പാടില്ല. അങ്ങനെ അങ്ങോട്ട് മൈൻഡ് ചെയ്യാതെ പോകാൻ തുടങ്ങിയപ്പോൾ രഞ്ജു വിളിച്ചു, ആദർശമായിട്ട് അവിടെ നിന്നേ, എനിക്കൊരു കാര്യം സംസാരിക്കാണെന്ന് പറയാം. എന്താ നിനക്ക് സംസാരിക്കാനുള്ളത്? ആദർശൻ എന്താ എന്നെ ഒഴിവാക്കി പോവാണെന്ന് ചോദിക്കണം. രഞ്ജു, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുവാന്ന് പറയണം. എനിക്ക് മനസ്സിലായ ആദർശേട്ടാ, നൈസായിട്ട് എന്നെ അവോയ്ഡ് ചെയ്യുമല്ലേന്ന് ചോദിക്കണം. രഞ്ജു, അങ്ങനെയല്ല, ഞാൻ നിന്നെ ഒരു ഫ്രണ്ടായിട്ട് മാത്രമാണ് കാണുന്നത്. എൻ്റെ ജൂനിയറായിട്ട് എൻ്റെ കോളേജിൽ പഠിച്ച കുട്ടി, അത്ര ഒരു സ്ഥാനം നിനക്ക് ഞാൻ തന്നിട്ടുള്ളൂ. അതിനപ്പുറം എൻ്റെ ജീവിതത്തിൽ നിനക്കൊരു സ്ഥാനമില്ലെന്ന് പറയാം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രഞ്ജു ചോദിച്ചു, ആദർശേട്ടൻ്റെ മനസ്സിൽ എനിക്ക് ആ സ്ഥാനം മാത്രമാണുള്ളത്. ആദർശേട്ടന് ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കാൻ പറയാണ്. എനിക്കിനി കൂടുതലൊന്നും ചിന്തിക്കാനില്ല. എനിക്ക് നീ എൻ്റെ മനസ്സിൽ എൻ്റെ ജൂനിയറായിട്ട് എൻ്റെ കൂടെ പഠിച്ച ഒരു പെൺകുട്ടി മാത്രമാണ്, അതിലപ്പുറം ഒരു സ്ഥാനമില്ലെന്ന് പറഞ്ഞിട്ട് ആദർശ് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് രഞ്ജുവിന് ആ പാടെ വിഷമമായി. രഞ്ജു സീറ്റിലേക്ക് പോയി ഇരിക്കുകയാണ്. അപ്പോൾ ആദർശ് ഓർത്തു, ഇവളെന്താ അങ്ങനെ പോയി ഇരിക്കണേ? പ്രശ്നമാകോ? തന്നെ അങ്ങനെയൊന്നും പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലേ? ഇവളെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഇനി ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നീട് രഞ്ജുവിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. രഞ്ജു, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയും. എന്ത് വേണം സംസാരിച്ചു ആദർശേട്ടൻ, പക്ഷെ എന്നെ ഇഷ്ടമില്ല എന്ന് മാത്രം പറയരുത്. അത് മാത്രം എനിക്ക് സഹിക്കാൻ കഴിയില്ലെന്ന് പറയാം. നീ എന്താ രഞ്ജു ഇങ്ങനെ? നിനക്കറിയാലോ എൻ്റെ കല്യാണം കഴിഞ്ഞാന്ന്. പിന്നെ നീ എന്തിനാ എന്നെ ഇങ്ങനെ വിടാതെ പിന്തുടരുന്നേന്ന് ചോദിക്കണം. ആദർശേട്ടാ, ആദർശേട്ടൻ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ഇപ്പൊ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന മാനസികാവസ്ഥ ആദർശേട്ടന് പറഞ്ഞാൽ മനസ്സിലാവില്ല. എത്രമാത്രം സങ്കടം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കണമെന്ന്. ആദർശേട്ടൻ ഇപ്പൊ എപ്പോഴും ആദർശേട്ടനെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. ആദർശേട്ടൻ ഒരു കാര്യം ചിന്തിക്കണം, സ്വന്തമായിട്ട് ചിന്തിച്ചു നോക്കിയേ. ഒരിക്കൽ പോലും എന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന് ആദർശേട്ടൻ പറയാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. ആദർശ് പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടേ ഇല്ല, ഞാൻ നിന്നെ ഒരു ഫ്രണ്ടായിട്ട് മാത്രമേ കണ്ടുള്ളൂ എന്ന് പറയണം. ഓ, അങ്ങനെയാണില്ലേ, ശരി ശരി, എന്നാലും ആയിക്കോട്ടെ. എന്നാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ ആദർശേട്ടനെ സ്നേഹിക്കുമെന്ന് പറയാണ്. അന്നൊരു കാര്യം ചെയ്യാം, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, നിന്റെ സ്നേഹം സത്യമാണോന്ന് എനിക്ക് അറിയണമല്ലോ. ഞാൻ പറയുന്ന കാര്യം നീ അനുസരിക്കണമെന്ന് പറയാം. ആദർശേട്ടൻ പറഞ്ഞു, ആദർശേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കുമെന്ന് പറയാം, ആദർശേട്ടൻ്റെ സ്നേഹത്തിന് വേണ്ടിയിട്ട്. എന്നാൽ നീ ഒരു കാര്യം ചെയ്യുക, നിനക്ക് എന്നോട് അത്ര സ്നേഹമാണെങ്കിൽ നീ എന്നെ ഒരു ഫ്രണ്ടായിട്ട് മാത്രം കാണാൻ പറയാണ്. ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല രഞ്ജു അത് ആദർശ് ഇങ്ങനെ പറയുന്നുള്ളത്. പിന്നീട് രഞ്ജു അവിടെ നിന്ന് പൊട്ടിക്കരയാ. അപ്പോൾ ആദർശ് എന്തേ ചുറ്റും അവരൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ, ശ്രദ്ധിക്കുന്നുണ്ട്. നീ ഒന്ന് കരയാതിരിക്കുക രഞ്ജു എന്ന് പറയാണ്. രഞ്ജു പക്ഷെ മൈൻഡ് ചെയ്യാതെ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. ആദർശ് ഓർത്തു, താൻ പറഞ്ഞ് കൂടിപ്പോയോ? അങ്ങനെ അവള് സങ്കടപ്പെടാൻ മാത്രം താൻ എന്താ പറഞ്ഞത്? അവളുടെ ഉള്ളിൽ തന്നോട് ഇഷ്ടമുണ്ട്, താനിത് തനിക്ക് അങ്ങനെ ഇല്ലാന്ന് തുറന്നു പറഞ്ഞു. അതിനിപ്പോൾ സങ്കടപ്പെടേണ്ട ആവശ്യം എന്താ? ആദർശ് തന്നെ ആശ്വസിപ്പിക്കുക ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ തങ്കച്ചിയും ശങ്കറും മഹാദേവനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ശങ്കറിനോട് ചോദിച്ചു, എടാ നിന്റെ ഭാര്യ എന്ത് ചെയ്യടാന്ന് ചോദിക്കുകയാണ്. അല്ല, അവൾ ഇവിടെ ഇല്ലേ? പിന്നെ ഉണ്ട്, ചെന്ന് നോക്കും, മുറി ചെന്ന് അവൾ ഉണ്ടോന്ന്. നിന്നോട് പറയാതെ അവൾ ചുറ്റിയടിക്കാൻ പോയെന്ന് പറയണം. ഡേ അമ്മ, അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയണം. ഓ, നിന്റെ ഭാര്യയ്ക്ക് അനാവശ്യം കാണിക്കല്ലേ? ഞങ്ങൾ കല്യാണത്തിന് പോയ സമയത്ത് അവളും കമലയും കൂടെ ചുറ്റിയടിക്കാൻ പോയേക്കുക. ആര് കണ്ട് എങ്ങോട്ടാ പോയെന്നുള്ളേ? അല്ലെങ്കിൽ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടാണോ പോണേ? നിന്നോട് പറഞ്ഞോ എന്ന് ചോദിക്കണം. ഇല്ല, എന്നോടൊന്നും പറഞ്ഞില്ല. ഇതാ ഞാൻ പറഞ്ഞത്, ഒന്ന് സൂക്ഷിക്കുന്നല്ല നിന്റെ ഭാര്യേനെ, അല്ലെങ്കിൽ അവസാനം നീ കരയേണ്ട വരുമെന്ന് മഹാദേവൻ പറയാം. ശങ്കറിന് വല്ലാത്ത ബുദ്ധിമുട്ടായിപ്പോയി. ശങ്കർ വെച്ചാ എൻ്റെ ഭാര്യേനെ കുറിച്ചാണ് പറയുന്നത്, അനാവശ്യം ഒന്നും പറയില്ലെന്ന് ശങ്കർ പറയുന്നുണ്ട്. ഈ സമയത്ത് അങ്ങോട്ട് ഗൗരിയും കമലയും വരുന്നേ. അതേ വന്നല്ലോ നിന്റെ ഭാര്യ, നേരിട്ട് ചോദിച്ചു എങ്ങോട്ടോ പോയതാന്ന്. ഗൗരി, നീ എങ്ങോട്ട് പോയതാന്ന് ചോദിക്കുകയാണ്. അത് ഞാൻ കമലയുടെ, നീ ഹോസ്പിറ്റലിൽ പോയതാ. ഓ, ഹോസ്പിറ്റലിൽ പോയതാണോ? ഓഹോ, തമ്പ്രാട്ടി എഴുന്നള്ളിച്ചോട് പോയപ്പോഴേ കണ്ടു എന്തിനേലും പരിപാടിക്ക് പോയതായിരിക്കുന്നു. അല്ല, ഹോസ്പിറ്റലിലേക്ക് പോയതാന്ന് ഞങ്ങൾക്ക് എന്താ തെളിവുള്ളേ? നീ അങ്ങനെ പറഞ്ഞു നിർത്തി ഞങ്ങളത് വിശ്വസിക്കണമെന്ന് ചോദിക്കുകയാണ്. നീ ഇവിടെ ആരുടെയും അങ്ങനെ പറഞ്ഞിട്ടാണോ പോയെന്ന് ചോദിക്കുകയാണ്. ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞായിരുന്നു. നീ എന്താ ശങ്കറിനോട് പറയാത്തെ? ശങ്കറിനെ ഫോൺ ചെയ്തപ്പോൾ സ്വിച്ച് ഓഫ് എന്നാ പറഞ്ഞേ, അതുകൊണ്ടാണ് പറയാതിരുന്നേന്ന് പറയണം. ഇനിയിപ്പോൾ അത് പറഞ്ഞാൽ മതിയല്ലോ, എന്തിനും മറുപടി ഉണ്ടല്ലോ. ഹോസ്പിറ്റലിലേക്കാണ് പറഞ്ഞുകൊണ്ട് അവള് വിളിച്ചോണ്ട് പോയേക്കുന്ന കമലേനെ. എങ്ങോട്ടൊക്കെയാന്ന് ആർക്കറിയാം ഇതുങ്ങളൊക്കെ പോകുന്നേ. ഈ സമയത്ത് കമല വന്നിട്ട് പറഞ്ഞു, അതെ മുത്തശ്ശിയോട് ഗൗരി പറഞ്ഞിട്ടാ പോയെന്ന് പറയാണ്. ഓഹോ, അങ്ങനെയൊക്കെ നടന്നു അതിൻ്റെ ഇടയ്ക്ക്. പെട്ടെന്ന് മുത്തശ്ശി മണി അടിക്കുകയാണ്. ഗൗരി പറഞ്ഞു, ഞാൻ സത്യം പറഞ്ഞാമേ, മുത്തശ്ശിയോട് പറഞ്ഞിട്ടാ ഞങ്ങൾ ഇറങ്ങിയെന്ന് പറയണം. പറഞ്ഞു, മുത്തശ്ശി പറഞ്ഞിട്ടില്ലെന്നാണല്ലോ മണി അടിച്ചതിൻ്റെ അർത്ഥം എന്ന് പറയാണ്. അതേ അമ്മേ, അനാവശ്യം പറയരുത്, അമ്മയ്ക്കും മനസ്സിലായി എനിക്കും മനസ്സിലായി മുത്തശ്ശി എന്തിനാ മണി അടിച്ചെന്നുള്ളത്. ഇനി അമ്മ കൂടുതലൊന്നും തർക്കിക്കേണ്ടെന്ന് പറയാണ്. ഗൗരി പറഞ്ഞു, ഞാനൊരു കാര്യമില്ലാത്ത കാര്യത്തിന് കമലടത്തിനെ വിളിച്ചുകൊണ്ട് പോകുന്നൊരു ശങ്കറിന് തോന്നുന്നുണ്ടോ? ശങ്കർ, നിനക്കൊന്ന് ഒരു വാക്ക് പറഞ്ഞിട്ട് പോരുന്നല്ലോ, അല്ലെങ്കിൽ നീ എന്തിനാ ഗൗരി നീ തോന്നിയാസം ഇടപെടുന്നേ? ശേഖരന്റെ താല്പര്യമില്ലാത്ത കേസിൽ നീ എന്തിനാ കമലടത്തിനെ കൂടെ ഹോസ്പിറ്റലിൽ പോകുന്നതെന്ന് ചോദിക്കണം. ഗൗരി പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നുള്ളെന്ന്.
ശേഖരന്റെ മേലുള്ള ആ പരാതി പിൻവലിക്കാൻ വേണ്ടി കമലേടത്തിൽ കാല് പിടിക്കാൻ വേണ്ടി ഈ വീട്ടിലെല്ലാവരും തയ്യാറായി. കാര്യം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കറിവേപ്പില പോലെ കമലേടത്തിൽ തള്ളിക്കളഞ്ഞു. കമലേടത്തിക്ക് ഇനി ഒരു അമ്മയാൻ പറ്റില്ലെന്ന് നിങ്ങളെല്ലാം വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛനും അങ്ങനെ തന്നെയല്ലേ വിശ്വസിച്ചിരിക്കുന്നത്. പെട്ടെന്ന് മഹാദേവൻ പറഞ്ഞു, അതെ, യൂട്രസ് റിമൂവ് ചെയ്താൽ പിന്നെ എങ്ങനെയാടി കുഞ്ഞുങ്ങളുണ്ടാകുന്നത്? അവളെ പൊക്കി പിടിച്ചിട്ട് നീ എന്തിനാ അങ്ങോട്ട് പോയെന്ന് ചോദിക്കുകയാണ്. അതച്ഛാ, അതൊക്കെ ശരി തന്നെ. പക്ഷെ എന്തായാലും കമലേടത്തിൻ്റെ മനസ്സുണ്ടല്ലോ, കമലേടത്തിൻ്റെ മനസ്സിലൊരു ആശ്വാസം തരാനായിട്ടൊരു ഡോക്ടറുടെ ഉപദേശം കൊണ്ട് പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമല്ലേ. എനിക്ക് ചെയ്യാൻ പറ്റുന്ന ആ കാര്യമൊക്കെ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കമലേടത്തിനെയും കൊണ്ട് ഡോക്ടറെ അടുത്തേക്ക് പോയെന്ന് പറയണം. തങ്കച്ചി പറഞ്ഞു, എന്നിട്ട് പിന്നെ എന്തായി ഡോക്ടറെ കാണാൻ പോയിട്ട്? അപ്പം മഹാദേവൻ ചോദിച്ചു, ഡോക്ടർ എന്ത് പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. അത് ഡോക്ടറെ കാണാൻ പറ്റിയില്ലേ? ഓഹോ, അങ്ങനെ വരട്ടെ. ഞാൻ ഇതൊക്കെ മുൻകൂർ കണ്ടതായിരുന്നു. ഇതെല്ലാം ഇവളുടെ പ്ലാനിങ്ങാ ശങ്കറെ, നീ ഇതൊന്നും വിശ്വസിക്കല്ലേ. ഡോക്ടറെ വിളിച്ച് അപ്പോയിൻമെന്റ് മേടിച്ചിട്ടാണ് നമ്മളെല്ലാം ഡോക്ടറെ കാണാൻ പോകുന്നത്. ഇവളതൊന്നും ഇല്ലാതെ പോയി. ഇവളതിന് അങ്ങോട്ടല്ലല്ലോ പോയത്, പിന്നെ എങ്ങനെയാന്ന് ചോദിക്കുകയാണ്. കമലയ്ക്ക് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ സങ്കടം വന്നു. ശേഖർ പറഞ്ഞു, ശങ്കറെ, നീ നിന്റെ ഭാര്യേനെ സൂക്ഷിച്ചോട്ടോ. അതെ, എൻ്റെ ഭാര്യേനെയും കൂടെ അവൾ മിക്കവാറും ചീത്തയാക്കുമെന്ന് എനിക്ക് തോന്നുന്നു പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗൗരിക്ക് നല്ല ദേഷ്യം വന്നു. പക്ഷെ ഗൗരി ഒന്നും മിണ്ടിയില്ല. പിന്നീട് ഗൗരി പറഞ്ഞു, ശങ്കറെ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ശങ്കറിന് എന്നെ വിശ്വാസമില്ലെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് മിണ്ടരുതെന്ന് ശങ്കർ ആഞ്ഞടിച്ചു. ഒരു അക്ഷരം പോലും നീ മിണ്ടിപ്പോയേക്കരുത്, അല്ലെങ്കിൽ ഇവരുടെ കാര്യത്തിൽ എന്തിനാ നീ ഇങ്ങനെ തലയിടുന്നേ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അനാവശ്യ കാര്യങ്ങളൊന്നും തലയിടില്ല. നീ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കരുത്. ഇവിടെ ഉള്ളവർ പറയുന്നത് കേട്ട് ജീവിക്കണമെന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. കയറിപ്പോടി അകത്തെന്ന് പറഞ്ഞ് ഗൗരിയോട് ദേഷ്യപ്പെടുകയാണ്. ഗൗരിക്ക് ആകെപ്പാടെ സങ്കടമായിപ്പോയി. പിന്നീട് കാണിക്കുന്ന എല്ലാവരും കൂടെ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കുമായിരുന്നു. വേണിയുണ്ട്, നന്ദിനിയമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം പ്രൊഫസർ മാത്രമല്ല. ഈ സമയം മുത്തശ്ശി ഒരു കറി കഴിച്ചു വിട്ടിരുന്നു. ഈ കൊള്ളാം, ഈ സൂപ്പറായിട്ടുണ്ട് ഈ കറി. ഇതിനു മുമ്പ് നമ്മൾ ഈ കറി ഇവിടെ വെച്ചിട്ടില്ലോ എന്ന് പറയാണ്. നന്ദിനിയമ്മ പെട്ടെന്ന്, അതെ, ഇത് ആരുടെയാണെന്നറിയാവോ? ഇത് നമ്മുടെ വേണിക്കുട്ടിയുടെ പ്രിപ്പറേഷനാന്ന് പറയാം. കൊള്ളാൽ അടിപൊളിയായിട്ടെന്ന് പറയാം. വേണി പറഞ്ഞു, ഞാൻ പേടിച്ചാ മുത്തശ്ശി ഉണ്ടാക്കിയത്. ഇഷ്ടപ്പെടുമോ എന്നറിയത്തില്ലായിരുന്നു. എന്നാൽ ഇതിനേക്കാളും വലിയൊരു കിടിലായിട്ട് എനിക്കറിയാം. വീട്ടിൽ അച്ഛന് ഭയങ്കര ഇഷ്ടമുള്ള, അച്ഛന് വേണ്ടി അമ്മ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്ന ഐറ്റമാണെന്ന് പറയണം. ഇത് കേട്ടൊരു നന്ദിനിയും പറഞ്ഞു, എന്നാൽ അത് കൊള്ളാലോ എന്ന് പറയാണ്. മുത്തശ്ശി പറഞ്ഞു, അല്ല, അവിടെ ഉണ്ടാക്കുന്ന കറി അവർക്ക് ഇഷ്ടപ്പെട്ട കറി എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നിർബന്ധമില്ല. എനിക്കിഷ്ടപ്പെട്ട കറി ഇതാ, എനിക്കിത് മതിയെന്ന് പറയാണ്. നന്ദിനിയമ്മയ്ക്ക് മനസ്സിലായി. ഒന്ന് കുത്തിയത് തന്ന നൈസി മുത്തശ്ശി. പെട്ടെന്ന് വേണിയോട്, മോൾ ഇതൊന്നും കാര്യാക്കണ്ട കേട്ടോ, അവരെ ഇഷ്ടമില്ലെന്ന് അറിയാലോ, അതുകൊണ്ടാണ്. അതിന് വേണിമോൾ എന്ത് പഠിച്ചമ്മേ? വേണിമോളോട് എന്താ ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കുകയാണ്. അവരോടുള്ള ദേഷ്യം വേണിയോട് തീർക്കേണ്ട ആവശ്യമില്ലെന്ന് പറയണം. വേണി പറഞ്ഞു, സാരമില്ല, എന്ത് ചെയ്യാനാന്ന് പറ. എൻ്റെ അച്ഛനും അമ്മയും തെറ്റ് ചെയ്യുന്ന എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിള്ളേരാണെ പിടിച്ച് 4 പൊട്ടിയിൽ അങ്ങോട്ട് കൊടുക്കായിരുന്നു. ഓ, ഇതെൻ്റെ അച്ഛനും അമ്മയും. ചില സമയത്ത് എനിക്ക് തോന്നും നല്ല അടി വെച്ച് കൊടുക്കണമെന്ന്. പക്ഷെ എന്ത് ചെയ്യാനാ, അച്ഛനും അമ്മയായി പോയില്ലെന്ന് പറയാണ്. ഇത് കേട്ട് മുത്തശ്ശിക്ക് വരെ ചിരി വരുവാണ്. മുത്തശ്ശിയും ആരതിയല്ല അവിടെ കിടന്ന് പൊട്ടിച്ചിരിക്കുവാണ്. ഈ സമയത്താണ് ആദർശ് അങ്ങോട്ട് കടന്നു വരുന്നത്. ആദർശിനെ കണ്ടതും വേണി പെട്ടെന്ന് സൈലന്റ് ആയി. എല്ലാവരും ആദർശിനെ നോക്കി. എന്താണ് നീ നേരത്തെ വന്നേ എന്ന് നന്ദിനിയമ്മ ചോദിച്ചു. വേണി പെട്ടെന്ന് ചോദിച്ചു, അതെന്താ ബാങ്കിലൊന്ന് ഉച്ച കഴിഞ്ഞിട്ടുള്ള അവധി വല്ലതും ആണോ എന്ന് ചോദിക്കുകയാണ്. ആദർശൊന്നും മിണ്ടിയില്ല. നിനക്ക് എന്ത് പറ്റി? നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണേന്ന് ചോദിക്കുകയാണേ. ഒന്നുമില്ലമ്മേ, ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ ലീവ് എടുത്തു. ഇനി 2-3 ദിവസത്തെ ലീവായിരിക്കും. എനിക്ക് കുറച്ച് പഠിക്കാനുണ്ടെന്ന് പറയണം. ഞാനിന്ന് കിടക്കട്ടെ, ഇപ്പം നല്ല ക്ഷീണമുണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് വെള്ളവും കുടിച്ചിട്ട് ആദർശം കയറി പോവാ. അപ്പം നന്ദിനിയാൻ പറഞ്ഞു, ഇത് എന്ത് പറ്റി ഇവന്? ഫുഡ് കഴിച്ചോന്ന് ഇപ്പം കഴിച്ചെന്ന് പറഞ്ഞു. എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ അവന്. വേണി ഓർത്ത് എന്തെങ്കിലും പ്രശ്നം കാണുമോ ബാങ്കിൽ? അറിയത്തില്ല. ആദർശിന്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ല. പിന്നീട് മുറിയിലേക്ക് എന്നിട്ട് ആദർശിന് അവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആദർശ് ഇങ്ങനെ ഓരോ നിമിഷം ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യുന്നേ? രഞ്ജുവിന്റെ കാര്യം ഓർത്തിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ല. ആകെപ്പാട് ടെൻഷനാ. അവളെ ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്നോർത്ത് ഫോൺ എടുക്കുവാണ്. താൻ അവളോട് ക്രൂരതയാണോ ചെയ്തേ? അവളോട് അങ്ങനെ പറയാൻ പാടില്ലാത്ത വല്ല കാര്യമാണോ പറഞ്ഞേ? അങ്ങനെയൊക്കെ ഓർത്തുകൊണ്ട് നേരെ വിളിക്കുവാണ്. നേരെ വിളിച്ചു കഴിഞ്ഞിട്ട് ആ സമയത്ത് പെട്ടെന്ന് വിളിക്കാണ്ട് കോൾ എടുത്തു കഴിഞ്ഞിട്ട് ആദർശ് വിളിച്ചില്ല. വേണ്ട, ഫോൺ വിളിക്കണ്ട, ഇനിയിപ്പോൾ വിളിച്ചാൽ ശരിയാകത്തില്ല. ഇനി അവൾ തന്നെ തെറ്റിദ്ധരിച്ചാലോ? ചിലപ്പോൾ പെട്ടെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഓർക്കും അവളോടുള്ള ഇഷ്ടം കൊണ്ട് വിളിച്ചാന്ന്. ഇപ്പോൾ വിളിക്കണ്ടെന്ന് ഓർത്തിട്ട് വിളിച്ചില്ല. പിന്നെ കുറച്ചും വീണ്ടും ഒന്ന് വിളിക്കാൻ തോന്നി. പിന്നെ ആദർശ് കടിച്ചു പിടിച്ചിരിക്കുവാണ്. വേണ്ട, വിളിക്കണ്ടെന്ന് ഓർത്തിരിക്കുക. പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുറിയിലേക്ക് ഗൗരി വരുവാണ്. ഈ സമയത്ത് ശങ്കർ അവിടെയുണ്ട്. അപ്പോൾ ഗൗരിയെ കണ്ടുപിടി ശങ്കർ ചോദിച്ചു, നീ എന്താ ഗൗരി, ഞാൻ പറയുന്നൊന്നും നിനക്ക് മനസ്സിലാകുന്നില്ലേ? നീ എന്തിനാ എല്ലാവരുടെയും കാര്യത്തിൽ ഇങ്ങനെ ഇടപെടുന്നേ? എന്നിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുകയും ചെയ്യും. സമാധാനം എന്ന് പറയുന്ന ഈ കുടുംബത്തിലേക്ക് വന്നാൽ ഇല്ലെന്ന് പറയണം. അതിനിപ്പം ഞാൻ എന്ത് ചെയ്യുന്ന ശങ്കർ പറയണേ? അല്ല, നിനക്ക് കമലയാടത്തിന്റെ കാര്യത്തിൽ ഇത്ര റിസ്ക് എടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ആ ഷെയറേട്ടൻ നോക്കൂലേ എന്ന് ചോദിക്കണം.
ശങ്കറെ, ശങ്കർ എന്താ ഇങ്ങനെ പറയണേ? കമലടുത്തൊരു കുഞ്ഞു മരിച്ചുപോലെ ശങ്കറിന് ഒരു സങ്കടവും ഇല്ലേ? കമലടുത്തേക്ക് ഇനി ഒരിക്കൽ പോലും അമ്മയാൻ പറ്റില്ല, അതുകൊണ്ടല്ലേ. അപ്പൊ അത് കമലടുത്തേക്ക് ഒരു ആശ്വാസം ആകണമെങ്കിൽ അത് കിട്ടിക്കോട്ടെ എന്ന് ഓർത്തല്ലേ ഞാൻ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയെന്ന് ചോദിക്കണം. അവളും അവളുടെ ഒരു ആശ്വാസം. ഞാനൊന്നും മിണ്ടുന്നില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി മേലാല് ഇനി ഇമാതിരി പരിപാടിയായിട്ട് ഇറങ്ങിയേക്കളെന്ന് പറയാം. അത് ശങ്കരെ, കമലടുത്തേക്ക് പണിയൊന്നും എടുക്കാൻ പറ്റുന്നില്ല. ഈ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യണ്ടേ? ഈ ജോലികളൊക്കെ ചെയ്യാതെ എന്നാ ചെയ്യുന്നേ? കമലടുത്തേക്ക് വയ്യാത്തോണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ് ഞാൻ ഡോക്ടറെ കാണിക്കാൻ പോയത്. ഓഹോ, കമലടുത്തേക്ക് വയ്യാന്ന് നിന്നോട് ആരാ പറഞ്ഞേ? വീടാണെങ്കിൽ പണിയുണ്ട്, അതൊക്കെ പെണ്ണുങ്ങൾ ചെയ്യണം, അല്ലാതെ ചുമ്മാ ഇരുന്ന് കഴിക്കാൻ പറ്റുമോ? കമലടുത്ത് പണി എടുക്കുന്നുണ്ടെങ്കിൽ കമലടുത്ത് ആഹാരം കഴിക്കുന്നില്ലേന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ഗൗരി ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ശങ്കർ എന്ത് പണിയെടുത്തിട്ട് ശങ്കർ ആഹാരം കഴിക്കണമെന്ന് ചോദിക്കുകയാണ്. ശങ്കറിന്റെ തടിയേറ്റവല്ലേ ശങ്കർ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല. പെട്ടെന്ന് നീ എന്താടി പറഞ്ഞതെന്ന് ചോദിച്ച് ഗൗരിയുടെ നേരെ കൈ ഓങ്ങുവാണ്. ഗൗരി അനങ്ങാതെ അവിടെ തന്നെ നിന്നു. പെട്ടെന്ന് കൈ അങ്ങോട്ട് താത്തിയിട്ടു. അവിടെ ഒരു ഗ്ലാസ് ഇരിപ്പുണ്ടായി, ജിഗും ഗ്ലാസും. ആ ഗ്ലാസ് എടുത്തിട്ട് നിലത്തിട്ട് ഒറ്റ ഏറായിരുന്നു. അത് പൊട്ടി 4 പാടി ചിതറി. പിന്നീട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് മുറിയിൽ നിന്ന് അങ്ങ് ഇറങ്ങി പോവാണ്. എന്ത് ചെയ്യണം എന്നറിയത്തില്ല, അത് ഗൗരി നിൽക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി ഞാൻ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.